ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണെന്ന്. വാൽക്കണ്ണാടി ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ ചുരിദാറിലോ ബ്ലൗസിൻ്റെ സ്ലീവ്സിലോ കുട്ടികളുടെ ഡ്രസ്സിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ സാധാരണ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു തുണിയിലാണ് ഒരു ടോപ്പ് തയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിലൊരു മിററും പിന്നെ അതിൻ്റെ ഒരു ഫ്രെയിമും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല വലിപ്പമുള്ള മിറർ കിട്ടുന്ന വെച്ചാൽ അത് ഒട്ടിക്കാം. ഞാനിപ്പോൾ സാധാരണ ഈ ഒരു വലിപ്പത്തിലുള്ള മിററാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും പ്രൈസ് ഞാനിവിടെ സൈഡിൽ എഴുതി കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഈ ഫ്രെയിം ഒട്ടിച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ഈ ഫ്രെയിമും നമ്മുടെ തുണിയും കൂടി ഒന്ന് യോജിപ്പിച്ച് തുന്നാൻ പോവാണ്. അതിൻ്റെ ഒരു 4 സൈഡിൽ നിന്നും തുന്നി കൊടുക്കുക. നമ്മുടെ ഡ്രസ്സിൻ്റെ സെയിം കളർ ത്രെഡ് എടുക്കുക, അതുകൊണ്ട് തുന്നി കൊടുക്കുക. അപ്പോൾ അത് ഊരി പോരാണ്ട് നമ്മൾ വാഷ് ചെയ്താലും ആ ഫ്രെയിം ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം അതൊന്ന് തുന്നി കൊടുക്കാം. ഇനി ഇതിന് ചുറ്റും തുന്നി കൊടുക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഹാഫ് ബീഡ്സ് ആണ് എടുക്കുന്നത്. ഫുൾ ബീഡ്സ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും തുന്നി കൊടുക്കാനായിട്ട് എളുപ്പം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ബീഡ്സാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമുക്കിനി ഇതിന് ചുറ്റും തുന്നി കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ നീഡിലിൽ ഒരു 4-5 ബീഡ്സ് ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഹാഫ് ബീഡ്സ് ആയത് കാരണം ഞാനിത് തുന്നി കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവിടെ കുറച്ച് ഫേബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. ഫുൾ ബീഡ്സ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഹാഫ് ബീഡ്സ് ആണെങ്കിൽ ആ ബീഡ്സ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓരോന്നായിട്ട് തുന്നേണ്ടതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ നല്ല പെർഫെക്ഷനോടെ വരുള്ളൂ. അപ്പം ഞാൻ 2 തരത്തിലും കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ബീഡ്സ് ഇതേപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നീഡിൽ താഴേക്ക് എടുത്തിട്ട് വീണ്ടും നമ്മളിപ്പോൾ ഒരു 5-6 ബീഡ്സ് എടുത്തിട്ടാണല്ലോ തുന്നിയത്. വീണ്ടും ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നീഡിൽ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ കോർത്തെടുത്ത ബീഡ്സിൻ്റെ നടുഭാഗത്തായിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് തന്നെ വീണ്ടും നീഡിൽ പുറത്തേക്ക് എടുത്തിട്ട് അടുത്ത 5-6 ബീഡ്സ് തുന്നി കൊടുക്കുക. ഇങ്ങനെയാണ് ഈ റൗണ്ട് ഞാൻ തുന്നി കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ബീഡ്സാണ് തുന്നാൻ പോകുന്നത്. ഇത് ഫുൾ ബീഡ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഓരോന്നായിട്ടാണ് തുന്നുന്നത്. അപ്പോൾ ആ പെർഫെക്ഷൻ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാതും ഓരോന്ന് ഇതേപോലെ ഈ റൗണ്ടിൽ മൊത്തം നമുക്ക് തുന്നിയെടുക്കാം. കണ്ടില്ലേ? ഇത് മുഴുവനായിട്ട് നമ്മൾ തുന്നിയെടുത്തു. ഓരോ ബീഡ്സ് വെച്ചിട്ടാണ് തുന്നിയത്. കുറച്ചൊരു ക്ഷമ വേണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിതാ ഈ വലിപ്പത്തിലുള്ള ചെറിയ ബീഡ്സാണ് ഇതിന് ചുറ്റും തുന്നി കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വേറൊരു നീഡിലിൽ ഇത്രയും ബീഡ്സ് അതിൻ്റെ കറക്റ്റ് റൗണ്ടിന് വരുന്ന അത്രയും ബീഡ്സ് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇത് കോർത്തെടുക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഫേബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് റൗണ്ടിൽ. അതിനുശേഷം ഇത് മൊത്തം അതേപോലെ റൗണ്ടിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആ തുടങ്ങിയെടുത്ത് തന്നെ നീഡിൽ താഴേക്ക് ഇറക്കുക. അതിനുശേഷം നമ്മളൊരു 3-4 സ്ഥലത്ത് നിന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം. ഇനി കാണുന്ന പോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് എത്ര വാഷ് ചെയ്താലും അത് പിന്നെ ഊരി പോരില്ല. അപ്പോൾ നമ്മൾ ഇത്രയും തുന്നിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനൊരു റൗണ്ട്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും റൗണ്ടിലുള്ള വളയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഒരു റൗണ്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഞാനൊരു ഔട്ട്ലൈൻ പോലെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ലേ? തുന്നി കഴിയുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി താഴേക്കുള്ള വാൽക്കണ്ണാടിയുടെ പിടി ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അത് വരയ്ക്കാനായിട്ട് ഞാനൊരു കടലാസ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതേപോലെ ഒരു കടലാസ് എടുക്കാം. എന്നിട്ട് അത് നേരെ
പകുതിയായിട്ട് മടക്കുക. എന്നിട്ട് ഇതേപോലെ ആ ഔട്ട്ലൈൻ വരച്ചു കൊടുത്ത് നിവർത്തിയിട്ട് നമുക്ക് എവിടെയാണ് വരയ്ക്കേണ്ടത് അവിടെ വെച്ചിട്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വരയ്ക്കാൻ അത്ര അറിയില്ലാത്തവരാണെങ്കിൽ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തുന്നിയേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടിയ ഫുൾ ബീഡ്സ് തന്നെയാണ് തുന്നാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോന്നായിട്ടാണ് തുന്നിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ നമ്മൾ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടില്ലേ, അതിന് ചുറ്റായിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഉള്ളിൽ കൂടെയാണ് ഇത് തുന്നിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ബീഡ്സും ഇതേപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് തുന്നി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ആ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് മാത്രം 2 ലെയർ തുന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാവിടെയും ഈ ഓരോ ലെയർ വെച്ചിട്ട് ഇതേപോലെ ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ തുന്നിയ ഏറ്റവും ചെറിയ ബീഡ്സ്, അത് വെച്ചിട്ട് തന്നെയാണ് തുന്നുന്നത്. ഇതേപോലെ നമ്മൾ തുന്നി കൊടുക്കണം. അപ്പോൾ നമ്മൾ ബീഡ്സ് കോർത്തെടുക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ നീഡിലെടുത്തിട്ട് നേരെ നമ്മുടെ ബീഡ്സൊക്കെ നമുക്ക് ഓരോ ലെയറായിട്ടാണല്ലോ വാങ്ങിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ട് നേരിട്ട് നമ്മുടെ സൂചിമേക്ക് കോർത്തെടുക്കാം. ഫസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഇതേപോലെ കോർത്തെടുക്കാനായിട്ട് പറ്റും. കുറേ ബീഡ്സൊക്കെ ഒരുമിച്ച് കോർക്കണമെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക, വളരെ പെട്ടെന്ന് നമുക്ക് ബീഡ്സൊക്കെ കോർത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ എല്ലാവരുടെയും തുന്നിയെടുക്കുക. അപ്പോൾ എല്ലാതും ഇതേപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുകൾ ഭാഗത്ത് 2 ലെയർ തുന്നി കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ അതിന് നേരെ അടിയിലും 2 ലെയർ തുന്നി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഭാഗമാണ് തുന്നാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളിൽ രണ്ടാമത്തെ ലെയറിൽ തുന്നി കൊടുത്ത ഫുൾ ബീഡ്സ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ തുന്നിയതുപോലെ തന്നെ 1-2 ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് തുന്നി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഔട്ട്ലൈനായിട്ട് നമ്മൾ നേരത്തെ തുന്നി കൊടുത്ത സ്മോൾ ബീഡ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് തുന്നി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കോർത്തെടുത്ത പോലെ തന്നെ ആവശ്യത്തിനുള്ള ബീഡ്സ് നമ്മൾ നീഡിൽ കോർത്തെടുത്തിട്ടുണ്ട്, ഇത്രയും പാകത്തിന്. എന്നിട്ട് ആദ്യം നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക, അതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗത്തായിട്ട് നീഡിൽ ഉള്ളിലേക്ക് താഴേക്ക് ഇറക്കാം. എന്നിട്ട് വീണ്ടും നീഡിൽ പുറത്തേക്ക് എടുക്കുക, വീണ്ടും ബീഡ്സ് കോർത്തെടുക്കുക. ശേഷം അപ്പുറത്തെ ഭാഗത്ത് ഔട്ട്ലൈനായിട്ട് ഇതേപോലെ തന്നെ തുന്നി കൊടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ അതിൻ്റെ ഓരോ സൈഡിൽ നിന്നും ഒരു 4-5 ഭാഗത്തു നിന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ, അതിനായിട്ട് ഞാൻ ഈ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിലായി ഒട്ടിച്ചിട്ടുള്ള ഹാഫ് ബീഡ്സ് ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അത് നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് നന്നായി ഉണങ്ങിയതിന് ശേഷം ഈ ബീഡ്സും തുന്നി കൊടുക്കണം കേട്ടോ. നമ്മൾ അതിന് ഹോൾ ഉണ്ടാവില്ല ബീഡ്സിന്, അപ്പോൾ സൂചി നൂല് ഉപയോഗിച്ചിട്ടൊന്ന് തുന്നി കൊടുക്കണം, അത് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വേണമെന്നുള്ളവർക്ക് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു റൗണ്ടും കൂടി തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഞാനൊന്ന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ബീഡ്സ് വെച്ചിട്ട് ഞാനിവിടെ തുന്നി കൊടുക്കാൻ പോവാണ്. ഓരോ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ റൗണ്ടിൽ തുന്നി കൊടുക്കാൻ പോവാണ്.
അപ്പോൾ ഫസ്റ്റ് ഒരു റൗണ്ട് ഇതേപോലെ സ്മോൾ ബീഡ്സ് വെച്ചിട്ട് തുന്നിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ തുന്നിയ ഹാഫ് ബീഡ്സ് ഉണ്ടല്ലോ, അത് തുന്നി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഈ ഫാബ്രിക്കിൽ കുറച്ച് ആ ഭാഗത്താക്കുക. അതിനുശേഷം ഷുഗർ ബീഡ്സ് വെറുതെ അതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തീരെ ചെറിയ റൗണ്ടായത് കാരണം നമ്മൾ സൂചി ഉപയോഗിച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ബീഡ്സൊക്കെ കറക്റ്റ് പ്ലേസിലാക്കി കൊടുക്കുക. അത് ഊരിപ്പോരുന്നില്ല, ചെറിയ ബീഡ്സ് ആയത് കാരണം അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കുറച്ച് ക്ഷമയും കുറച്ച് സമയം ഉണ്ടെങ്കിൽ ആർക്കായാലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. നമ്മൾ പുറമേ ഒരു ഡിസൈൻ ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 500 അതിനധികമോ പൈസ നമുക്ക് ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു 50 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡ്രസ്സ് നമ്മൾ സ്വയമായി ഡിസൈൻ ചെയ്യുമ്പോഴൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു ടോപ്പ് തയ്ക്കാനുള്ള തുണിയുമ്പോഴാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് തുന്നി കഴിഞ്ഞിട്ട് ഞാൻ വേറെ കാണിക്കാം കേട്ടോ, വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് പറയാം. ഞാൻ എന്തായാലും മറുപടി തരുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.